നമസ്കാരം. ഞാൻ AK പൂറ്റി എഴുത്തുപുര എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സജ്ജനങ്ങൾ, ഞാനിന്ന് പറയാൻ പോകുന്നത് മഹാശിവരാത്രിയെക്കുറിച്ചാണ്. ശിവരാത്രി മാഹാത്മ്യം, ശിവരാത്രി വ്രതത്തെക്കുറിച്ചൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ചയാണ് മഹാശിവരാത്രി. ശിവരാത്രി മാഹാത്മ്യവും ശിവരാത്രി വ്രതം എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ? നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മുഴുവനും കാണുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മഹാത്മൻ, ഈ വർഷം മഹാശിവരാത്രി വരുന്നത് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ചയാണ്. അന്നാണ് മഹാശിവരാത്രിയായി കണക്കാക്കപ്പെടുന്നത്. ശിവരാത്രി തന്നെ 4 തരത്തിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാസശിവരാത്രി, പക്ഷശിവരാത്രി, യോഗശിവരാത്രി, മഹാശിവരാത്രി. ഇതിൽ കുംഭമാസത്തിലെ ശിവരാത്രി നാളാണ് മഹാശിവരാത്രിയായി അറിയപ്പെടുന്നത്. മഹാശിവരാത്രി വ്രതം എടുക്കുന്ന ഭക്തജനങ്ങൾ തലേ ദിവസം തന്നെ മാംസാദികൾ ഒഴിവാക്കണം. വൈകുന്നേരം കുളിച്ച് വിളക്ക് കത്തിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിക്കണം. പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുന്നേ തന്നെ എഴുന്നേൽക്കണം. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശിവസഹസ്രനാമം, അഷ്ടോത്തരം, ഓം നമഃശിവായ എന്നിങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ്. പൂർണ്ണ ഉപവാസമുള്ളവർ ക്ഷേത്രദർശനം നടത്തുമ്പോൾ തീർത്ഥം സേവിക്കാൻ പാടില്ല. പൂർണ്ണ ഉപവാസമില്ലാത്തവർ ഒരിക്കലൂണെടുത്ത് വ്രതം നോക്കാവുന്നതാണ്. പഴവർഗ്ഗങ്ങളോ കരിക്കോ മാത്രം കഴിച്ച് വ്രതമെടുക്കുന്നവരും ഉണ്ട്. അസുഖങ്ങളോ മറ്റു മരുന്നുകൾ കഴിക്കുന്നവരോ ആയ ഭക്തജനങ്ങൾ പൂർണ്ണ ഉപവാസം എടുക്കാൻ പാടില്ല. പിറ്റേ ദിവസം ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. സ്ത്രീകളായിട്ട് വ്രതമെടുക്കുന്ന ഭക്തജനങ്ങൾ ആർത്തവശേഷം 7 ദിവസമെങ്കിലും കഴിഞ്ഞേ വ്രതം എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. വാലായ്മയുള്ളവർ വ്രതം എടുക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത്. മഹാശിവരാത്രി നാളിൽ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രദർശനം നടത്തുന്നതിനും ക്ഷേത്രത്തിൽ ഉറക്കളയ്ക്കുന്നതിനും രാത്രിയിൽ അതിനുള്ള പൂജകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അതിനുള്ള വഴിപാടുകളുണ്ട്. ക്ഷേത്രത്തിൽ ഉത്സവകാര്യങ്ങളുണ്ട്. ഉത്സവത്തിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണ ഉറക്കള കിട്ടും. അങ്ങനെ ശിവ ദർശനത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ അതുകൊണ്ട് സാധിക്കുന്നതാണ്. ശിവക്ഷേത്രത്തിൽ രാത്രിയിലുള്ള പൂജകളെന്ന് പറഞ്ഞാൽ തന്നെ രാത്രിയിൽ അഷ്ടാഭിഷേകമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ, നെയ്യ്, തേന്, പഞ്ചാമൃതം, പാല്, കരിമ്പിൻ നീര്. ചില ക്ഷേത്രങ്ങളിൽ തൈരും അതിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കരിക്ക്, പനിനീര്. അതിനുശേഷമാണ് ഭഗവാന് ഭസ്മാഭിഷേകം ആടി നമ്മൾ ആ പൂജ അവസാനിപ്പിക്കുന്നത്. പൂജയ്ക്ക് വില്വപത്രമന്ത്രാർച്ചന, കൂവളത്തിലെ മൂടൽ, കൂവളത്തിലെ അർച്ചന എന്നിവയൊക്കെ തന്നെ വഴിപാട് ഭക്തജനങ്ങൾ നടത്താറുമുണ്ട്. ജന്മപാവങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അർച്ചനയാണ് വില്വപത്രമന്ത്രാർച്ചന, കൂവളത്തിലെ മന്ത്രാർച്ചന എന്നൊക്കെ തന്നെ പറയുന്നത്. ശിവപാർവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തിൻ്റെ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. കൂവളത്തിൻ്റെ ഓരോ ഇതളും 3ആയി പിരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂവളത്തിലെ സാക്ഷാൽ പരമശിവൻ്റെ തൃക്കണ്ണുകളായിട്ടാണ് ഭക്തന്മാർ വിശ്വസിച്ചു പോരുന്നത്. ജന്മപാവങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ദിവ്യ സസ്യം കൂടിയാണ് കൂവളം. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ വില്വപത്രമന്ത്രാർച്ചന, കൂവളത്തിലെ മൂടൽ, കൂവളത്തിലെ അർച്ചന എന്നിവയൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്തുന്നത്. ഭഗവാന് ക്ഷീരധാര നടത്താം, ജലധാര നടത്താം. ഇതുകൊണ്ട് തന്നെയൊക്കെ തന്നെ ഭഗവാന്റെ നടയിലെത്തുന്ന ഏതോ ഒരു ഭക്തനും മോക്ഷദായകനായി മാറുന്നതാണ്. ഭഗവാൻ മോക്ഷദായകനാണ്. ഭക്തരെ കാണേണ്ട കാര്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും മറ്റു മതക്കാരോട് ശത്രുത തോന്നേണ്ട കാര്യമില്ല. അതിന് അവരെയും ദൈവം അനുഗ്രഹിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശിവരാത്രി വ്രതം ഏറ്റവും മഹത്വപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അനുഗ്രഹം നൽകട്ടെ. സമ്പത്തും ധനവും ഒക്കെ നൽകി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.